ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം വരുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് തുടർച്ചയായ രണ്ടാം ദിവസവും മൊഴിയെടുക്കുന്നതിന് വേണ്ടി ദേവസ്വം ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ചിരുന്നു. അതിനുശേഷം ഉള്ള പ്രതികരണം. കള്ളനാണെന്നാണ് പറയുന്നത് മന്ത്രി അത് ശരിക്കും താങ്കൾ കാര്യങ്ങളൊക്കെ സ്വർണ്ണപ്പാളി ആണോ അല്ല അതിൽ സ്വർണ്ണം ഉണ്ടായിരുന്നോ സ്വർണ്ണം പുറത്തു പോയിട്ടുണ്ടോ എന്താണ്? ഒരു സഞ്ചാര സ്വാതന്ത്ര്യം എനിക്കില്ലേ? നിങ്ങൾ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുക ശരിയാണോ? ഞാൻ അങ്ങ് പൊക്കോട്ടെ. എന്തുകൊണ്ടാണ് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്ന് താങ്കൾ കൂടി ആലോചിക്കണം. താങ്കൾ എപ്പോൾ നിൽക്കുന്നത് താങ്കളെ പ്രതിക്കൂട്ടിലാക്കിയത് താങ്കൾ സഹായിച്ച ആളുകൾ തന്നെയാണ്. ഡോക്യുമെന്റ്സ് കൈമാറിയിട്ടുണ്ടോ? പുറകോട്ട് പോകും. താങ്കളെ എന്നെ പ്രതിക്കൂട്ടിലാക്കി എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാര്യം സത്യം തെളിയുമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ. അതെന്താണ് സത്യം എന്ന് അറിയണ്ടേ? അതിനുള്ള സമയം തന്നാലല്ലേ പറ്റുള്ളൂ. എത്ര സമയം? താങ്കളെ കള്ളനാക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മറുപടി നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. താങ്കളെയാണ് കള്ളനാക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഒന്നും പ്രതികരിക്കുന്നില്ല. ആരോപണങ്ങളിൽ മറുപടിയില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. സഞ്ചാര സ്വാതന്ത്ര്യമില്ലേ എന്തായിരുന്നു രാവിലെയും മാധ്യമങ്ങളോട് ചോദിച്ചത്. ഇപ്പോഴും അത് ആവർത്തിക്കുന്നു. പക്ഷേ ഈ അവസ്ഥയിലേക്ക് എത്തിയത് അത് വിശദീകരിക്കാനുള്ള സ്വാഭാവികമായ ഉത്തരവാദിത്തം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട്. പൊതുമുതലാണ്. പൊതുമുതലുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണമാണ്. പൊതുമുതൽ എന്ന് പറയുമ്പോൾ വിശ്വാസികൾ വൈകാരികമായി സമീപിക്കുന്ന വിഷയം കൂടിയാണ്. അക്കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല. അനന്തകൃഷ്ണനുണ്ട്. അനന്തൻ, ഇന്നത്തെ മൊഴിയെടുക്കൽ പൂർത്തിയായി. അതിനുശേഷം വന്നപ്പോഴാണ് ഒരു കാര്യങ്ങളിലും പ്രതികരണമില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി മടങ്ങുന്നത്. ഇന്നലെയും ഇന്നുമായി ഏതാണ്ട് 6 മണിക്കൂറിലധികമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തത്. ദേവസ്വം വിജിലൻസ് ഇന്ന് രാവിലെ വീണ്ടും വിളിപ്പിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. ഇന്നലെ 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ കാര്യമായ പുരോഗതി ഇല്ലാത്തതിനെ തുടർന്നാണ് ഇന്നുകൂടി വിളിപ്പിച്ചത്. അതിപ്പോൾ പൂർത്തിയായി. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് വന്നു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മറുപടിയില്ല. നിങ്ങൾ എൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കരുത് എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അതുമായി ചോദ്യങ്ങൾക്കൊന്നും വിശദമായ ഒരു മറുപടി നൽകാനും അദ്ദേഹം തയ്യാറല്ല. ഇത് തന്നെയാണ് ദേവസ്വം വിജിലൻസിന്റെ ചോദ്യം ചെയ്യലിലും അദ്ദേഹം എടുത്തിരിക്കുന്ന സ്റ്റാൻഡെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ 4 മണിക്കൂർ അദ്ദേഹത്തോട് വിവിധ ചോദ്യങ്ങൾ ഇതുവരെ പുറത്തു വന്ന 2019 സ്വർണ്ണപ്പാളി ഇടപാട് മുതൽ 2025 ഇടപാടുകൾ വരെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത് അടക്കമുള്ള തെളിവുകൾ ഒക്കെ വെച്ചിട്ടാണ് ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തത്. പക്ഷേ അതിലൊന്നും കൃത്യമായൊരു ഉത്തരം അദ്ദേഹം നൽകിയിട്ടില്ല. മാത്രമല്ല അതൊരു സഹകരിക്കാത്തൊരു നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. ഒരു സ്റ്റാൻഡാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ളത്. 2019 ദേവസ്വം ബോർഡ് തൻ്റെ പക്കൽ തന്നുവിട്ടത് ചെമ്പുപാളിയാണ്. ആ ചെമ്പുപാളിയിലാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശിയതെന്നാണ്. പകരം അദ്ദേഹം മറ്റൊരു കാര്യം സമ്മതിക്കുന്നത് ഹൈദരാബാദിൽ ഒരു സ്വർണ്ണപ്പാളി കൊണ്ടുപോയി എന്നുള്ളതാണ്. അത് വാതിലാണോ ഈ കവചമാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീണ്ടും വിളിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ കുറച്ചുകൂടി നേരത്തെ അവസാനിച്ചു. ഇന്നലെ 4 മണിക്കൂർ നീണ്ടു. ഇന്ന് ഏതാണ്ട് 2-2.5 മണിക്കൂറാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയായത്. അപ്പോൾ ഇന്ന് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഒരു ഹൈക്കോടതിയിൽ കൊടുക്കാനുള്ള റിപ്പോർട്ടിന് ഉതകുന്ന മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അതിൻ്റെ വിശദാംശങ്ങൾ ഇനി അറിയാനിരിക്കുന്നേ ഉള്ളൂ. നിലവിൽ ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിലൊന്നും കാര്യമായ ഒരു മറുപടി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ദേവസ്വം വിജിലൻസിന് ലഭിച്ചിട്ടില്ല. ചെമ്പുപാളിയിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. ഇപ്പോൾ മാതൃഭൂമി പുറത്തുവിട്ട തെളിവുകൾ ഉൾപ്പെടെ പഴയ ചിത്രങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളി അത് നഷ്ടമായി എന്ന കാര്യം ഉറപ്പാണല്ലോ. എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിലൊരു മോഷണം അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ട വിഷയത്തിൽ മറ്റൊരു അന്വേഷണം ഉണ്ടാകാതെ പോകുന്നത്? പോലീസിലേക്ക് അന്വേഷണം ആവശ്യപ്പെടാത്ത എന്തുകൊണ്ടാണ്? അക്കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തുനിന്നോ പുതിയ പ്രതികരണങ്ങൾ ഉണ്ടോ? ഇപ്പോൾ തനിക്ക് ലഭിച്ചത് ചെമ്പുപാളികളാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിനു മുൻപ് അവിടെ സ്വർണ്ണപ്പാളി മോഷണം പോയി എന്താണല്ലോ അതിൻ്റെയും അർത്ഥം. ശരിയാണ് രതീഷ്. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് എന്തുകൊണ്ടാണ് ഒരു പരാതിയുമായി രംഗത്ത് വരാത്തത് എന്നുള്ള കാര്യത്തിൽ ഒരുപാട് അവ്യക്തതയുണ്ട്. കാരണം നിലവിൽ മാതൃഭൂമി ന്യൂസ് ആണ് ഇതിനകത്ത് ഈ 2019 കൊണ്ടുപോയ സ്വർണ്ണപ്പാളി സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടത്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിരിക്കുന്നത് വിജയ് മല്യ സ്വർണം പൂശിയ അതേ പാളി തന്നെയാണ്. പക്ഷെ അതെങ്ങനെ ചെമ്പായി എന്നുള്ളിടത്താണ് ദുരൂഹത. മാത്രമല്ല തിരിച്ചു കൊണ്ടുവന്നത് 1 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ചെന്നൈയിലെത്തിച്ച് അവിടെ
അവിടെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശി തിരിച്ചെത്തിച്ചിരിക്കുന്നത് അന്ന് ജൂലൈയിൽ കൊണ്ടുപോയ അതേ പാളിയാണോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. അങ്ങനെ സംശയിക്കാവുന്ന തെളിവുകളാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. ഒരുപാട് കാര്യങ്ങൾ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ, വിജയ് മല്യ സ്വർണം പൂജയെ സംബന്ധിച്ച് ഒരു കണക്കും ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ദേവസ്വം വിജിലൻസ് മാതൃഭൂമിയുടെ പക്കൽ നിന്നാണ് അന്നത്തെ പത്രവാർത്തകളും അന്നത്തെ ചിത്രങ്ങളും ഒക്കെ ശേഖരിച്ചിരിക്കുന്നത്. അതൊക്കെ വെച്ചിട്ടാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സ്വർണ്ണക്കൊള്ള സംശയിക്കാവുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ട് ദേവസ്വം ബോർഡ് സർക്കാരിനോട് ഇത് സംബന്ധിച്ച്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനോട് ഇത് സംബന്ധിച്ചൊരു പോലീസ് അന്വേഷണം, ഉന്നതതല ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഒരു അന്വേഷണം, സ്പെഷ്യൽ ടീമിനെ വെച്ചുള്ള ഒരു അന്വേഷണം ആവശ്യപ്പെടാത്തത് എന്നുള്ള സംശയം ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഒരു പരാതി സംശയമുണ്ട്. ഇനിയും കൂടുതൽ വിശദീകരണം ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. കൃത്യമായ പ്രതികരണം ഇതുവരെയും ഉണ്ടായില്ല എന്നത് വളരെ പ്രധാനമാണ്. അനന്തൻ സൂചിപ്പിച്ചതുപോലെ മാതൃഭൂമി ദിനപത്രത്തിലെ പഴയ വാർത്തകൾ, ചിത്രങ്ങൾ, ഞങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ അവയൊക്കെ ഈ ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ദേവസ്വത്തിന്റെ പക്കൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കണക്കുകളും രേഖകളും ഒന്നുമില്ല. ആ കണക്കും രേഖയും ഒക്കെ എവിടെ പോയി എന്ന ചോദ്യമൊക്കെ വലിയ തോതിൽ പ്രസക്തമാകുന്നുമുണ്ട്.